Dear friends, law lectures continue. Today's topic is termination or discharge of contract. ഒരു കരാറ് എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഒരു കരാറ് ആരംഭിക്കുന്നതിനെക്കുറിച്ചും കരാറിൻ്റെ നിയമസാധുതയ്ക്കാവശ്യമായ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ ചർച്ച നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരു കരാർ എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. When obligations created by a contract comes to an end, contract is said to be discharged or terminated. ഒരു കരാർ അവസാനിക്കുന്നു എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? ഓരോ ആളുകളും അവരവരുടെ ബാധ്യതകൾ നിറവേറ്റപ്പെടുമ്പോഴാണ്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ബോത്ത് ഓഫ് ദ പാർട്ടീസ്, ഓരോ ആളുകൾക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴാണ്, അവരുടെ ബാധ്യത നിറവേറ്റപ്പെടുമ്പോഴാണ് കരാർ ഡിസ്ചാർജ് ആവുക അല്ലെങ്കിൽ ടെർമിനേഷൻ നടക്കുക എന്ന് പറയുന്നത്. ഒരു കരാർ പല രീതിയിൽ അവസാനിപ്പിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബൈ പെർഫോമൻസ്, ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ and by lapse of time. These are the various ways in which a contract can be discharged or terminated. First of all, discharge by performance. Discharge by performance. The most common method of discharging the contract is by performance of their respective promises by the parties. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തു തീർക്കുമ്പോഴാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും, കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾക്കും ലഭിക്കാനുള്ള കൺസിഡറേഷൻ ലഭിച്ചു കഴിയുന്നു. ഞാൻ നിങ്ങൾക്കൊരു പേന 10 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു കരാറുണ്ടാക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് പേന തരുന്നു, നിങ്ങൾ എനിക്ക് 10 രൂപ തരുന്നു. ദിസ് ഈസ് ദ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. കരാർ നിർവഹണം നടത്തുന്നതിലൂടെ കരാർ അവസാനിപ്പിക്കുമ്പോഴാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ചർച്ച ഒരു കരാർ എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ്. ഒരു കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ആ ഉണ്ടാക്കപ്പെട്ട കരാർ എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ചർച്ച. അതിലൊന്നാമത്തതാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. കാര്യനിർവഹണത്തിലൂടെ ഓരോ ആളുകളും എന്താണോ ചെയ്യാം എന്ന് ഏറ്റിട്ടുള്ളത് ആ കാര്യം ചെയ്യുന്നതിലൂടെ കരാർ അവസാനിക്കുന്നതാണ്. കരാർ ഡിസ്ചാർജ് ആവും അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവും. ഓക്കെ. മറ്റൊന്നാണ് ടെർമിനേഷൻ ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. കരാർ നിർവഹണം നടക്കാതെ പരസ്പര ധാരണയിലൂടെ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ്, ഒരു സബ്സിക്വൻ്റ് എഗ്രിമെൻറ്റ്, ഒരു അഡീഷണൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കരാർ അവസാനിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ടെർമിനേഷൻ ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. രണ്ടാളുകൾക്കും സമ്മതമാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കരാർ തുടരാവുന്നതാണ്. അപ്പോൾ നിലവിലുള്ള കരാർ അവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. അതിനുള്ള രീതികളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നൊവേഷൻ. നൊവേഷൻ എന്ന് പറഞ്ഞാൽ എ ന്യൂ കോൺട്രാക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഓൾഡ് വൺ. പഴയ കോൺട്രാക്റ്റിൻ്റെ സ്ഥാനത്ത് പുതിയൊരു കോൺട്രാക്റ്റ് വരുന്നു. അപ്പോൾ പഴയ കോൺട്രാക്റ്റ് എന്തായി? ഓൾറെഡി ടെർമിനേറ്റായി. നിലവിലുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റായി. അതാണ് നൊവേഷൻ എന്ന് പറയപ്പെടുന്നത്. പുതിയ കോൺട്രാക്റ്റ്, പേര് പറയുന്നുണ്ടല്ലോ, ന്യൂ, നൊവേഷൻ, അങ്ങനെ ഓർമ്മിക്കാം. നൊവേഷൻ എന്ന് പറഞ്ഞാൽ എ ന്യൂ കോൺട്രാക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഓൾഡ് വൺ. അതായത് എ ബിക്കൊരു 50 രൂപ കൊടുക്കാനുണ്ട്. എ ബിക്ക് 50 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ബി പറയാണ്, എനിക്ക് തരേണ്ട 50 രൂപ സിക്ക് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇനി എ പൈസ കൊടുക്കേണ്ടത് ആർക്കാണ്? സിക്കാണ്. അപ്പോൾ അവിടെ എയും ബിയും തമ്മിലുള്ള ആ ഒരു പഴയ കരാറ് അവിടെ അവസാനിച്ചു. ദാറ്റ് ഈസ് നൊവേഷൻ. പുതിയൊരു കോൺട്രാക്റ്റ് വന്നു. എ ഇനി 50 രൂപ കൊടുക്കേണ്ടത് സിക്കാണ്. സോ അതിന് നമ്മൾ വിളിക്കുക നൊവേഷൻ എന്നാണ്. ഓക്കെ. മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ എങ്ങനെ കരാർ അവസാനിപ്പിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാണ് നൊവേഷൻ. ഓക്കെ. A new contract is substituted in the place of old one.
മറ്റൊന്നാണ് ആൾട്രേഷൻ. എന്താണ് ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ആൾട്രേഷൻ? ആൾട്രേഷൻ മീൻസ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. കരാറിലെ ചില കണ്ടീഷൻസുകൾ മാറ്റം വരുത്തുക, എന്നിട്ട് കരാർ തുടരുക. അതിനെയാണ് ആൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ മാറ്റം വരുത്തുമ്പോൾ പഴയ കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ആവുമല്ലോ. ഇനി പുതിയ കണ്ടീഷൻ മാറ്റം വരുത്തിയ ആ കരാറിലൂടെയാണല്ലോ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതും ഒരു ടെർമിനേഷൻ്റെ മാർഗ്ഗമാണ്. മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെയുള്ള ഒരു ടെർമിനേഷൻ്റെ മാർഗ്ഗമാണ് ആൾട്രേഷൻ. ചേഞ്ച് ഇൻ വൺ ഓർ മോർ ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്, ദാറ്റ് ഈസ് ആൾട്രേഷൻ. അതായത് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു, മെസ്സേജ് ചെയ്യാന്നുള്ളതാണ് ടേം, കണ്ടീഷൻ അതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് മെയിൽ ചെയ്യാന്നുള്ള രൂപത്തിലേക്ക് വന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ നമുക്ക് ഒരു ആൾട്രേഷൻ നടന്നു എന്ന് പറയാം. അപ്പോൾ ഇനി മെസ്സേജ് ചെയ്യാനുള്ള ബാധ്യതയില്ല, മെയിൽ ചെയ്യാനുള്ള ബാധ്യതയുള്ളത്. അപ്പോൾ കരാറിൽ മാറ്റം വന്നല്ലോ, ദാറ്റ് ഈസ് ആൾട്രേഷൻ. ചേഞ്ച് ഇൻ വൺ ഓർ മോർ ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഒന്നിരിക്കൂ ഒരു കണ്ടീഷൻ മാറ്റുക, അല്ലെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ മാറ്റുക. ആ രൂപത്തിൽ പഴയ കരാറിനെ അവസാനിപ്പിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ആൾട്രേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് റിമിഷൻ. ദാറ്റ് ഈസ് ആക്സെപ്റ്റൻസ് ഓഫ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ അണ്ടർ ദ കോൺട്രാക്റ്റ്. നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റിൽ നിന്നും അല്പം കുറച്ചുകൊണ്ട്, വാല്യൂ കുറച്ചുകൊണ്ട്, ആക്സെപ്റ്റൻസ് ഓഫ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ അണ്ടർ ദ കോൺട്രാക്റ്റ്. അതായത് നൂറ് രൂപയാണ് കരാറിലെ വാല്യൂ. അത് ചുരുക്കിയിട്ട് ഒരു 50 രൂപയാക്കി മാറ്റുന്നു. 100 തരാനുള്ളത് 100 വേണ്ട 50 മതി എന്ന് പറഞ്ഞ രൂപത്തിൽ മാറ്റുന്ന ഒരു അവസ്ഥക്കാണ് റിമിഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് കരാറ് തുടരാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ എ ബിക്ക് 100 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇനി എ 50 രൂപ കൊടുത്താൽ മതിയാവും. അപ്പോൾ 100 രൂപ കൊടുക്കുക എന്നുള്ള പഴയ കരാർ അവിടെ ടെർമിനേറ്റായി. ഓക്കെ, ദാറ്റ് ഈസ് റിമിഷൻ. ദ നെക്സ്റ്റ് ഈസ് റിസിഷൻ. വാട്ട് ഈസ് റിസിഷൻ? റിസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഓൾ ഓർ സം ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഈ റിസിഷനും ആൾട്രേഷനുമായിട്ട് മാറാൻ പാടില്ല. ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് കരാറിലെ ചില ടേംസുകൾ മാറ്റം വരുത്തുകയാണ്. ഇവിടെ മാറ്റം വരുത്തുകയെല്ലാം ക്യാൻസലേഷനാണ്. മാറിപ്പോരത്. ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നാണ്. ചേഞ്ച് അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ചേഞ്ചാണ്. ഇവിടെ ക്യാൻസലേഷൻ. റിസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഓൾ ഓർ സം ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. കരാറിലെ ടേംസുകൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയും കരാറ് അവസാനിപ്പിക്കാം മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ. മറ്റൊന്നാണ് വെയ്വർ. വെയ്വർ മീൻസ് അബാൻഡൻമെൻറ്റ്സ് ഓഫ് റൈറ്റ്. അബാൻഡൻമെൻറ്റ് ഓഫ് റൈറ്റ് ഓർ നെഗ്ലക്റ്റ് ഓഫ് റൈറ്റ്. ഏതെങ്കിലും ഒരു പാർട്ടി തൻ്റെ അധികാരത്തെ വേണ്ടാന്ന് വെക്കുക, അങ്ങനെയുണ്ടല്ലോ, വിട്ടുകൊടുക്കുക. ആ രൂപത്തിൽ, ആ പോട്ടയെന്ന് രൂപത്തിലുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ. ആ രൂപത്തിൽ ഒരാൾ വിചാരിക്കുകയാണെങ്കിലും കരാർ അവിടെ ടെർമിനേറ്റ് ആവും. അബാൻഡൻമെൻറ്റ് ഓഫ് റൈറ്റ്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടാനുള്ള റൈറ്റ് കൺസിഡറേഷൻ, അത് ഓരോ ആളും വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അവിടെ കരാർ അവസാനിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് വെയ്വർ. വെയ്വ്, abandonment of right. The next is merger. What is merger? When a superior right and an inferior right coincide and meet in one and the same person, inferior right vanishes into the superior right. This is known as merger. Okay, ഇങ്ങനെയും കരാറ് അവസാനിപ്പിക്കാവുന്നതാണ് മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളും പരസ്പരം ധാരണയിലെത്തുന്നതിലൂടെ കരാർ അവസാനിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് മേജർ. അതായത് ഒരു ടെനൻറ്റ് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ബിസിനസ് നടത്തുന്ന ഒരാൾ, അദ്ദേഹം
ബിൽഡിംഗ് ഓണർക്ക് മന്ത്ലി റെൻറ്റ് കൊടുത്തുകൊണ്ടാണ് തൻ്റെ ബിസിനസ് നടത്തുന്നത്. അങ്ങനെ ഒരു ദിവസം കച്ചവടം നടത്തി കുറേ ക്യാഷൊക്കെ ആയപ്പോൾ അയാൾ ആ ബിൽഡിങ് വില കൊടുത്ത് വാങ്ങി. ഓക്കെ, അങ്ങനെ വില കൊടുത്ത് വാങ്ങലോടുകൂടെ വാടക കൊടുക്കുക എന്നുള്ള ആ ഒരു കരാർ അവിടെ അവസാനിച്ചു. ദാറ്റ് ഈസ് മേജർ. അയാളിപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണറായല്ലോ. ഇതുവരെ അയാൾ ടെനൻ്റായിരുന്നു, റെൻറ്റ് കൊടുക്കണമായിരുന്നു, മന്ത്ലി റെൻറ്റ്. ഇപ്പോൾ അത് ബിൽഡിങ് സ്വന്തമായി വാങ്ങലോട് കൂടെ എന്തായി, അയാൾ ഇനി വാടക കൊടുക്കേണ്ടതില്ല. ആ ഒരു കരാർ അവിടെ അവസാനിച്ചു, ടെർമിനേറ്റായി. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് വേസ് ഓഫ് ടെർമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ബൈ വേ ഓഫ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. മൂന്നാമത്തതാണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. Impossibility of performance. You know, impossibility may be either existing impossibility or supervening impossibility. Supervening impossibility, also known as subsequent impossibility. Okay, നിർവഹണം അസാധ്യമായി തീരുന്നു. ദാറ്റ് ഈസ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിലിറ്റി രണ്ട് തരത്തിലാവാം, എക്സിസ്റ്റിംഗ് ആവാം അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ആവാം. എക്സിസ്റ്റിംഗ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ഇമ്പോസിബിലിറ്റി മീൻസ് ഇമ്പോസിബിലിറ്റി അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്റ്റ്. കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അസാധ്യമാണ്, നിർവഹണം അസാധ്യമാണ്. ഉദാഹരണത്തിന് ഒരു കുതിരയെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. എന്നാൽ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ കുതിര ചത്തുപോയിട്ടുണ്ട്. ഓക്കെ, ഇതറിയാതെയാണ് പാർട്ടീസ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കരാറുണ്ടാക്കിയാൽ ആ കരാർ അവിടെ എന്തായി, ടെർമിനേറ്റായി, സ്പോട്ടിൽ ടെർമിനേറ്റായി. കാരണം ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നുള്ള ഒരു ഘടകം അവിടെ ഉണ്ട്. അതേപോലെ മറ്റൊരു ഇമ്പോസിബിലിറ്റിയാണ് സബ്സിക്വൻ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. എന്ന് പറഞ്ഞാൽ കരാറ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് മറ്റൊരു അവസരത്തിൽ കരാറിൻ്റെ നിർവഹണം അസാധ്യമായി തീരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ, കുതിര ആണ് കരാറിലെ സബ്ജക്റ്റ് മാറ്റർ. അങ്ങനെ കുതിരയെ വാങ്ങുകയും പിന്നീട് ഒരു ആക്സിഡൻറ്റിൽ, കുതിരയെ വിൽക്കാം എന്നുള്ളൊരു കരാറാണ്, പിന്നീട് ഒരു ആക്സിഡൻറ്റിൽ ആ കുതിര ചത്തുപോവുകയാണെങ്കിൽ അവിടെ ഇനി പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റിന് മുമ്പെയാണ്. കരാർ ഉണ്ടാക്കുന്ന സമയത്ത് കുതിര ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ പിന്നീട് ആ കുതിര ചത്തുപോയി കഴിഞ്ഞാൽ അവിടെ കരാർ അവസാനിച്ചു. അവിടെയും ഒരു ഇമ്പോസിബിലിറ്റി വന്നു, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇനി കുതിരയെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം ഇമ്പോസിബിലിറ്റിക്ക് നമ്മൾ പറയാം സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്നാണ്. കരാർ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഭാവി ഡേറ്റിലാണ് അവിടെ എന്താക്കുന്നത്, ആ ഒരു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് സംഭവിക്കുന്നത്. ക്ലിയർ? വാട്ട് ഈസ് ഫ്രസ്ട്രേഷൻ? ഇംഗ്ലീഷ് ലോയിൽ ഈ പറയപ്പെട്ട സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് ഫ്രസ്ട്രേഷൻ. അതായത് വെൻ എ കോൺട്രാക്റ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ടു പെർഫോം ആഫ്റ്റർ ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സർക്കംസ്റ്റൻസസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ പാർട്ടീസ്. കുതിര ചത്തുപോവുക എന്നുള്ളത് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണത്തിന് അതീതമാണല്ലോ, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആ രൂപത്തിലുള്ള ഒരു ഇമ്പോസിബിലിറ്റി വരുമ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നാമത്തത്, ഫ്രസ്ട്രേഷൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന്, കരാർ ഉണ്ടാക്കിയ ഡേറ്റിന് ശേഷമായിരിക്കണം ഈ ഇമ്പോസിബിലിറ്റി സംഭവിക്കുന്നത്. അതേപോലെ ഈ സംഭവിച്ചിരിക്കുന്ന ഇമ്പോസിബിലിറ്റി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ പാർട്ടീസ്, കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണത്തിന് അതീതമായിരിക്കണം. ഓക്കെ, ആ രൂപത്തിൽ ഇമ്പോസിബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ അഥവാ ഇംഗ്ലീഷ് ലോയിൽ ഫ്രസ്ട്രേഷൻ എന്നും ഇന്ത്യൻ ലോയിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്നും വിളിക്കപ്പെടുന്നത്. ഓക്കെ, ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ലംഘനത്തിലൂടെയും കരാർ അവസാനിക്കും. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കരാർ ലംഘനം നടത്തുന്നു,
ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മീൻസ് ഫെയിലിയർ ഓർ റെഫ്യൂസൽ ബൈ ദ പാർട്ടീസ് ടു പെർഫോം ദെയർ റെസ്പെക്റ്റീവ് പ്രോമിസസ്. ഓരോ ആളുകളും അവരവർ ചെയ്യാം എന്നേറ്റ കാര്യം ചെയ്യാൻ നിരസിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ പറയുന്ന പേരാണ് ബ്രീച്ച്, കരാർ ലംഘനം. ബ്രീച്ച് രണ്ട് രൂപത്തിലാവാം. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചുമാവാം, ആക്ച്വൽ ബ്രീച്ചുമാവാം. വാട്ട് ഈസ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്? Anticipatory breach occurs when a party, before the time of performance is due, repudiates his liability under the contract, or when a party by his own act disables himself from performing the contract. Anticipatory breach എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ ഡേറ്റിന് മുമ്പേ കരാർ അവസാനിപ്പിക്കുന്നു. ഫെയിലിയർ ഓർ റെഫ്യൂസൽ, അതായത് ഒരു ഡേറ്റ് കൊടുത്തു, ഒക്ടോബർ 1. ഒക്ടോബർ 1 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 1 കിൻഡൽ റൈസ് ഞാൻ അയച്ചു തരുമെന്ന് സപ്ലയർ പറഞ്ഞു. സപ്ലയറും ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് ഒരു കരാറുണ്ടാക്കി. അങ്ങനെ ഒക്ടോബർ 1 ഡേറ്റ് പറഞ്ഞത്. ഒക്ടോബർ 1 മുമ്പേ സെപ്റ്റംബർ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ എന്തായി, സപ്ലയർ ഇൻഡസ്ട്രിയലിസ്റ്റിനെ അറിയിച്ചു, എനിക്ക് നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് സാധനം വിട്ടുതരാൻ കഴിയില്ല. അങ്ങനെ ആവുമ്പോൾ അവിടെ എന്തായി, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കരാർ അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉഭയസമ്മതത്തോടെയാണ്. വെറും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് കൊണ്ട് കരാർ അവസാനിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ബ്രീച്ചിനെ അഗ്രീവ്ഡ് പാർട്ടി അംഗീകരിക്കുമ്പോഴാണ്, ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കരാർ അവസാനിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ആക്ച്വൽ ബ്രീച്ച്? ആക്ച്വൽ ബ്രീച്ച് മീൻസ് പറഞ്ഞ ഡേറ്റ് അതുവരെ കാത്തു നിൽക്കുകയും അങ്ങനെ ഡേറ്റായിട്ടും പെർഫോമൻസ് നടക്കുന്നില്ല. ആ സമയത്താണ് ഫെയിലിയറോ റെഫ്യൂസലോ അറിയുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിനെ നമ്മൾ ആക്ച്വൽ ബ്രീച്ച് എന്ന് വിളിക്കും. ഒക്ടോബർ 1 വരെ കാത്തിരുന്നു, ഒക്ടോബർ 1 നൈറ്റ് ആയിട്ടും ഒക്ടോബർ 1 ഡേറ്റ് കഴിയുന്നത് വരെ സാധനം എത്തിയില്ല. അപ്പോഴാണ് അവിടെ നമ്മൾ കരാർ ലംഘനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ ബ്രീച്ച്. ഓക്കെ, the next is termination by operation of law. ഓപ്പറേഷൻ ഓഫ് ലോ മുഖാന്തരം കരാർ അവസാനിക്കും. ഓക്കെ, ഇത് സംഭവിക്കുന്നത് when the contract is of a personal nature. കരാർ ഒരു പേഴ്സണൽ നാച്ചറുള്ള കരാറാണെങ്കിൽ, ഇപ്പോൾ ഒരു പേഴ്സണൽ നാച്ചറുള്ള കോൺട്രാക്റ്റാണ്, ഇന്ന ആൾ തന്നെ ചെയ്യേണ്ടതാ, ഈ ഡോക്ടേഴ്സായിട്ടും മറ്റ് ചില പ്രത്യേക മേഖലകളിൽ കഴിവ് നൈപുണ്യം തെളിയിച്ച ആളുകളൊക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റ്, ഒരു പ്ലെയേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ആകുമ്പോൾ, ഒരു പ്ലെയറുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ ആകുമ്പോൾ അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണത്. ഒരു പേഴ്സണൽ നാച്ചുറുള്ള കോൺട്രാക്റ്റാണ് അത്. അവർ ചെയ്യുന്നത് പോലെ രണ്ടാളുകൾ പാട്ട് പാടി കഴിഞ്ഞാൽ അതൊരേപോലെ ആവില്ലല്ലോ. ആ രൂപത്തിൽ ഒരു പേഴ്സണൽ നാച്ചുറുള്ള കോൺട്രാക്റ്റ് ആകുമ്പോൾ അത് അവർ തന്നെ ചെയ്യണം. അപ്പോൾ അവർ മരിച്ചു പോയാൽ പിന്നെ ആ കരാറും അതോടെ എന്താവും, ടെർമിനേറ്റ് ആവും. ഇൻസോൾവൻസി, മർജർ, ഇതൊക്കെ പേഴ്സണൽ നാച്ചുറുള്ള ഒരു ഇൻസോൾവൻസി ആൻഡ് മർജർ, ഇത്തരത്തിലുള്ള കരാറുകൾ. ഒരാൾ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കരാർ ടെർമിനേറ്റ് ചെയ്യപ്പെടും. മർജർ, സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറുകളാണെങ്കിൽ ഒരു സ്ഥാപനം മർജ് ചെയ്യപ്പെടുമ്പോൾ കരാർ അവസാനിക്കും. ആ രൂപത്തിൽ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ കരാർ ടെർമിനേറ്റ് ചെയ്യപ്പെടും. മറ്റൊന്നാണ് ടെർമിനേഷൻ ബൈ ലാപ്സ് ഓഫ് ടൈം. ഒരു ലിമിറ്റേഷൻ പീരീഡ് എന്നൊരു സംഭവമുണ്ട്, ലോ ഓഫ് ലിമിറ്റേഷൻ. അതായത് അഗ്രീവ്ഡ് പാർട്ടി കേസ് കൊടുക്കണമെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകം കൊടുക്കണം. ആ സമയം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കരാർ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് കണക്കാക്കുക. ബൈ ലാപ്സ് ഓഫ് ടൈം. ഓക്കെ, ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, അത് എണ്ണം കൃത്യമായിട്ട് പറയപ്പെടുന്നില്ല എങ്കിലും
ഒരു നിശ്ചിത സമയത്തിനകം കേസ് കൊടുത്തിരിക്കണം. ലംഘനം നടന്നിട്ട് ഒരുപാട് നാളുകളായി, എന്നിട്ടും അഗ്രീവ്ഡ് പാർട്ടി മിണ്ടാതിരിക്കുകയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവുകയും ആ സമയത്ത് ഇയാളുടെ കേസ് കോടതി അംഗീകരിക്കില്ല. അവിടെ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞു പോയി. അതാണ് ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിനകം കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയും കരാറ് ടെർമിനേറ്റ് ചെയ്യപ്പെടും ബൈ ലാപ്സ് ഓഫ് ടൈം, സമയം കഴിയുന്നതിലൂടെ. ഓക്കെ.